അപ്പം സ്റ്റണ്ട് മാസ്റ്ററിനോട് തന്നെ ചോദിക്കും, ഇവരെ എങ്ങനെയാണ് കൂടെ കൂട്ടിയത്, എത്ര വർഷമായി? അതായത് ഞങ്ങൾ യൂണിയൻ പറഞ്ഞല്ലോ, യൂണിയനിൽ മെമ്പർ ആയതിനു ശേഷമാണ് നമുക്ക് ഓരോരുത്തരെ അറിയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ കൂടെ തന്നെ ഇവർ ഇപ്പം ഞങ്ങൾ വേറെ മാസ്റ്റേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഓൾറെഡി ഫൈറ്റേഴ്സായിട്ട് നമ്മളുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു ഫൈറ്റ് ചെയ്യുക, അസോസിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവാൻ തൊട്ട് നമ്മുടെ കൂടെ ഇവരുണ്ടായിരുന്നു. യൂണിയനിൽ വെച്ചുള്ള പരിചയമാണ് എല്ലാം. അതിനുശേഷം ഒരുമിച്ചാണ്. അപ്പോൾ ശരിക്കും ഇപ്പം എന്തൊക്കെയാണ് ഫൈറ്റേഴ്സ് ആണെങ്കിലും അസോസിയേറ്റ് അങ്ങനെ ഉണ്ടാവില്ലേ? നിങ്ങൾ ആരൊക്കെയാണ് കാറ്റഗറി ഉണ്ട്. അതായത് പുള്ളിയാണ് അസോസിയേറ്റ്. പുള്ളിയാണ് ഇപ്പം നമ്മൾ സ്റ്റണ്ട് ഒരു സ്ക്രിപ്റ്റ് കിട്ടി, ഞാൻ സെറ്റിൽ പോയി ഫൈറ്റൊക്കെ ഡിസൈൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഡിസൈൻ ചെയ്യുക ഓൾറെഡി. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കാറ്റഗറി ജോലി തിരിയും. അപ്പോൾ പുള്ളിയാണ് അസോസിയേറ്റ്. അപ്പോൾ പുള്ളി എന്താ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഫൈറ്റേഴ്സ് ഉണ്ടാവും, അവരെ കോർഡിനേറ്റ് ചെയ്ത്, ആർട്ടിസ്റ്റിനെ കോർഡിനേറ്റ് ചെയ്ത്, ക്യാമറമാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പുള്ളി ചെയ്യും. ഞാൻ ഡയറക്ടേഴ്സായിട്ട് ഒരു മോണിറ്ററിൻ്റെ അവിടെ ഞങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. പുള്ളിയാണ് പിന്നീടുള്ള കാര്യങ്ങൾ മൊത്തം. അതായത് സേഫ്റ്റി, അവിടെ എന്തൊക്കെ ഷോട്ട് ഉണ്ടോ അതൊക്കെ പുള്ളിയാണ് പോയിട്ട് അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് തൊട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും കൈകാര്യം ചെയ്യുന്നത് പുള്ളിയാണ്. ചില ഷോട്ടിൽ പുള്ളിയുടെ പേര് പറഞ്ഞ ഡയറക്ടേഴ്സ് ആക്ഷൻ പറയാം. അത്ര സെറ്റ് പുള്ളി കൈകാര്യം ചെയ്യാൻ ഭയങ്കര അതിൽ ബ്രില്യൻ്റ് ആണ്. ഇപ്പോൾ ടോമിമിട്ടി സാറിൻ്റെ പെരുന്നാൾ വർക്കിലും സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞിട്ട് അപ്പൂന്നാണ് പുള്ളിനെ വിളിക്കുക. അപ്പൂ എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ പറയും. അറിയപ്പെടുന്നത്. അതെ. കാരണം അപ്പു പുള്ളി എന്താ വെച്ചാൽ കുറെ പേർക്ക് റിയാക്ഷൻ വരില്ല. അപ്പോൾ പുള്ളി പ്രത്യേക രീതിയിലൊരു റിയാക്ഷൻ പുറത്ത് കാണിച്ച് ആൾക്കാരെ പേടിപ്പിച്ച് സെറ്റ് കൈകാര്യം ചെയ്യാൻ സെറ്റാണ്. പിന്നെ പുള്ളി ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകൾക്ക് പൊസിഷൻ, ഇവർ രണ്ടുപേരും കൂടെ പൊസിഷൻ കാണിക്കും. രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് കൂടുതൽ ആൾക്കാരാണെങ്കിൽ കൂടുതൽ ആൾക്കാരെ വിളിക്കും. ഇവർ രണ്ടുപേരാണ് അത് കോർഡിനേറ്റ് ചെയ്യും. ആർട്ടിസ്റ്റിന് പറഞ്ഞു കൊടുത്ത് സ്റ്റണ്ട് ക്രിയേഷനിലേക്ക്. അതായത് ഇവരും കൂടി എല്ലാം ഔട്ടാണ് ആ സ്റ്റണ്ട് വരുന്നത്.